റയർ പീസാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ ബോസ്. ഹലോ ഹലോ രാജേഷ്, സാറെന്താ ഇത്ര രാവിലെ? നാളെ നിങ്ങളെങ്ങനെയാണ് വരുന്നത്? ഞങ്ങൾ ബസ്സിനാണ് സാറേ വരുന്നത്. എന്ത് പറ്റി? രാജേഷ്, നമ്മുടെ ആ സമുന്നതിയുടെ എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ട് അത് നമ്മുടെ റീജിയണൽ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ടത്. പിന്നെ അതുകൂടാതെ റിക്കവറി ഹെഡ് പ്രത്യേകിച്ചൊരു ഡോക്യുമെൻറ്റ്, നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞ പ്രോപ്പർട്ടിയുടെ ഒരു ഡോക്യുമെൻറ്റും കൂടെ ഞാനത് അവിടെ സീൽ ചെയ്യിച്ച് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് നാളെ അതിവിടെ കൊണ്ട് എത്തിക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ഒരു തരത്തിലും വീഴ്ച ഉണ്ടാവരുത് കേട്ടോ, ശ്രദ്ധിച്ച് കൊണ്ടുവരണം. വിഷമിക്കണ്ട, സാധനം സേഫായിട്ട് അങ്ങ് എത്തിക്കോളും. നമ്മുടെ പിള്ളേരെല്ലാം കൂടെ ഉണ്ട്. അതാ എനിക്ക് പേടി, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ഇനങ്ങളായില്ല. അപ്പം ശരി, പറഞ്ഞ പോലെ കേട്ടോ. സാർ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കയറാം. കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞു. കഴിക്കാൻ എന്നാടാ മേടിക്കുന്നത്? പഴമല്ലോ മേടിക്കാം. അത് മതി. അതെടുത്ത് അടച്ചു പോയി. ഇനി അവൻ കണ്ടു കഴിഞ്ഞാൽ നല്ല എടുത്ത് ഇപ്പൊ തന്നെ തീർക്കും. അതിനകത്ത് 2 കിലോ വെടിയിറച്ചിരിപ്പുണ്ടല്ലോ. അതൊക്കെ പറയാം, നീ ആദ്യം എടുത്തു പോയി. അവിടെ നിന്നെ തിരക്കില്ല ഞങ്ങൾ ഇത്ര നേരം ഇവിടെ നിന്നത്. സാർ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കയറാം. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം. ഇതെന്തുവാ സാറേ? എടാ, അതിലെ ഗജരാജമുത്താണ്. ഗജരാജമുത്തോ? അതെന്ത് സാധനം? എടാ, അങ്ങനെ ഒരു സാധനമുണ്ട്. അത് ബിജി സാറിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് കൊണ്ടുപോകുന്നതാ. വിദേശ മാർക്കറ്റിലൊക്കെ 50 ലക്ഷത്തോളം രൂപ വരും അത്. ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. എന്തുകൊണ്ട് ഭയങ്കര ചൂടും കാര്യങ്ങളും. എടാ ട്രോബിനെ, അതിന്റെ ബാഗിൽ നിന്നാ മരുന്നൊന്നും എടുത്തേ. എടാ ട്രോബിനെ, ലാസ്റ്റ് സ്റ്റോപ്പ് വരെ ഉണ്ടായിരുന്നല്ലോ ബസ്സിൽ. നിങ്ങളോട് വന്നത്. എവിടെ പോയി? ആരെങ്കിലും ഒരാളൊന്ന് വിളിച്ചു ചോദിക്കാം. വണ്ടിയിലിരുന്ന് ഉറങ്ങിങ്ങാനും പോയോ? എവിടെ പോയി? സ്വിച്ച് ഓഫ് ആണ് സാർ. എടാ, ഇനി എന്താ കണക്ട് ആവില്ല. ഈശ്വര, എടാ ആകെ പ്രശ്നമായല്ലോ. ബിജു സാറിന് കൊടുക്കേണ്ട അത്യാവശ്യമായിട്ട് 2 ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു. അതുള്ള ഒരു ബോക്സ് ഞാൻ അവൻ്റെ കൊടുക്കുകയും ചെയ്തു. അവൻ അതുകൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞോ മുങ്ങിയോ എനിക്കറിയില്ല ഇത് എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. സാർ, ക്യാഷോ അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? എടാ, അബദ്ധത്തിൽ അതിനകത്ത് ഗജരാജമുത്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു പോയി. അത് വിറ്റ ഒരു 50 ലക്ഷം രൂപ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി അവൻ അതെടുത്ത് വല്ലതും കൊണ്ടുപോയതാണോടാ? എനിക്കിനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എടാ, നിങ്ങൾ എല്ലാവരോടും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാടാ. സാറേ, അരവിന്ദന്റെ നാട്ടിൽ വന്നിട്ട് സാർ വിഷമിക്കണ്ട. എവിടെ പോയാലും അവനെ ഞാൻ പൊക്കിക്കൊണ്ടുവരും. എടാ, നീ ഇത് എവിടെ നിന്ന് കൊണ്ടിരുന്ന ഈ തള്ളി മറിക്കുന്നത്? താനൊക്കെ എന്തുവാണ് ഇങ്ങനെ ചിന്തിക്കുന്നേ? ഒന്നുമല്ലേ, നമ്മളൊരു ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നേ. കുറച്ചുകൂടെ പ്രായമായിട്ട് ചിന്തിച്ചൂടെ? എൻ്റെ അമ്മാവൻ റിട്ടയർഡ് പോലീസുകാരൻ. പുള്ളി വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നിനക്ക് വീടറിയോ? ഞാൻ
കുറച്ച് കാലമായി പോയിട്ട്. പിന്നെ നിങ്ങൾ വാ, വണ്ടി കയറ്, കണ്ടുപിടിക്കാം. ഓക്കെ. അമ്മ പുറത്തു പോയിന്നാ തോന്നേ. പോയിട്ട് പിന്നെ വന്നാലോ? പോയിട്ട് പിന്നെ വരാം. പിന്നെ തലയാണില്ല. താക്കോൽ ഇടിയെന്ന് അകത്ത് കയറി ഇരിക്കായിരുന്നു. അമ്മ വരുമ്പോ ഒരു സർപ്രൈസ് ആയി കാണും. താക്കോൽ വേണ്ട തുറക്കാൻ. താക്കോലൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് ബ്രാഞ്ചിന്റെ. ശ്രമിച്ചു നോക്കിയാലോ? നിന്റെ അമ്മാവന് ഭാര്യ മക്കളൊന്നും എന്റെ അമ്മാവനോ? ഒറ്റ തരിയാ? നമ്മൾ തുറന്നു കയറി അമ്മാവന് വല്ലതും തോന്നുന്നു. എന്റെ അമ്മാവനോ? വാ തുറന്നു. സാധനങ്ങളൊക്കെ പഴയപടി തന്നെയുണ്ട്. വാ ഇരിക്കും. TV ഓൺ ചെയ്ത് ആടെ കണ്ടോണ്ടിരിക്കാനോ? അമ്മ വന്നു പോകുന്നു. അമ്മാവനിവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. അമ്മാവന്റെ ഫ്രണ്ടായിരിക്കും അല്ലേ? എന്താ വേണ്ടേ? എപ്പോ വരും? എപ്പോ വരും അറിയില്ല. ആരെ അന്വേഷിച്ചു പറയണം? ഒന്നും പറയണ്ട, ഞാൻ കണ്ടോളാം. ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നു. അതിനെന്താ, വരണം റൂമിലേക്ക്. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇത് ജഡ്ജസ് അവന്യൂലെ 4 നമ്പർ വീട്ടിൽ നിന്നാണ്. എന്റെ വീട്ടില് 4 കള്ളന്മാർ കയറിയിരിക്കും. പെട്ടെന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. അയ്യോ, 4 പേരുണ്ട്. എന്നെ അറ്റാക്ക് ചെയ്യാം. അവനെ കിട്ടിയോ? ഇവിടെ ആഘോഷം പ്രവണയോടാണ്. അവൻ എവിടെ പോയി? സാറേ, അവന്മാരെ 2 നാട്ടുകാർ പിടിച്ച് തെങ്ങി കെട്ടിയിട്ടിരിക്കുക. എന്തിന്? അത് എന്താണ് ഇവിടെ ഉണ്ടായത്? അത് അരവിന്ദൻ ഒന്ന് പ്രായോഗികമായിട്ട് ചിന്തിച്ചതാ. സാറ് പേടിക്കണ്ട, രാത്രി ഞാൻ പോയി അവന്മാരെ അഴിച്ചുകൊണ്ടുവരാം. എടാ, നീയൊക്കെ എന്താന്ന് വെച്ചാ തെളിച്ച് പറ. എടാ, നീ പൊട്ടന്മാരാണോ? പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്ന? അല്ല, അഭിനയൊന്നല്ല സാർ. അതിന്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ മേടിച്ചില്ലേ? നീയല്ലേ മേടിച്ചെന്റെ ചോദിച്ചത്? അത് കഴിഞ്ഞിട്ട് 2ാമത് മേടിച്ചു. ഇല്ല, നീയാ എന്റെ ഇത് മേടിച്ച് മേടി വെക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ നീയല്ലേ എടുത്തോണ്ടിറങ്ങണ്ടേ?
നിനക്കൊക്കെ എന്തിന്റെ കേടാ? എന്തുവാടാ നിന്റെയൊക്കെ പ്രശ്നം? സാറേ ഞാൻ 2 കിലോ വെടിയിറച്ചി കൊണ്ടുവന്നതാണ്. അത് ഈ കള്ളപ്പന്നി ബസ്സിൽ കൊണ്ട് കളഞ്ഞു. സാറേ അത് ഞാൻ മേടിച്ച് ഇവരെടുക്കുമായിരിക്കും. പൊക്കോണം രണ്ടും കൂടെ. അവന്റെയൊക്കെ ഒരു ആദ്യം നീ അവനെ എവിടൊക്കെയാ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി അന്വേഷിച്ചിട്ട് വാ. കാശിത്തുമ്പക്കാവായി നീലവാനം നീലപ്പാടം നീലെ ശ്യാമരാഗം വെണ്ണീകപ്പാടി മതമിളകും പൊന്നാന ചന്തം തെളിയവേ വെണ്ണീകപ്പാടി മതമിളകും പൊന്നാന ചന്തം തെളിയവേ പടയണി വേളത്തിൽ മുടിയേറി കളമേറും തായാടി കാറ്റി കാശിത്തുമ്പക്കാവായി നീലവാനം നീലപ്പാടം നീലെ ശ്യാമരാഗം. എന്താ ഉണ്ടായേ? തൂമഞ്ഞിൻ തുടം ചൂടി ഇളമാവിൻ പൂങ്കുലകൾ തൂമഞ്ഞിൻ തുടം ചൂടി ഇളമാവിൻ പൂങ്കുലകൾ പുത്തുമ്പിയൊരുങ്ങി ചിറ്റാട് കോടിയൊരുങ്ങി സ്വരമാതിരി പെയ്തു കുളിർന്നു ഇരുകരകളിൽ ഓളമുണർന്നു അവന്മാരെ അവനെ കൊണ്ട് വരുന്നുണ്ട് സാറേ പറഞ്ഞ പോലെ. എവിടെ 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 എവിടെ? ഇതാണോടാ നീയൊക്കെ മറിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞത്? ഓ എന്റെ ഗതികേടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാറേ ഇന്ന് എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അത് നാളെ നമുക്ക് വിസാരണ മീറ്റ് ചെയ്യാം. എനിക്കറിയത്തില്ലേ സാറേ എന്തായാലും ഇത്രയ്ക്ക് ആയില്ല സാറേ. നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം. ഇന്നലെ രാത്രി ഒന്നുകൂടെ അന്വേഷിച്ച് നാളെ നമുക്ക് ബിജു സാറിനെ പോയി മീറ്റ് ചെയ്യാം. എനിക്കൊന്നും അറിയത്തില്ലേ. എന്താണ് കട്ടവനാണെങ്കിൽ അവന്റെ പുറകിൽ വലിയ ശക്തിയുണ്ട് സാർ. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? സ്വപ്നം കണ്ടാണ് സാർ. പോയിക്കോടാ. സാറേ ഞങ്ങൾ റീൽസ് എടുക്കുമായിരുന്നു. എടാ ഒന്ന് പോയിരടാ. പാതിരാത്രിയില്ല അവന്റെയൊക്കെ ഒരു റീൽസ്. ഞാനിപ്പോ പെട്ടിയില്ല. ഇനി ഞാൻ സാറിനോട് എന്ത് പറയൂ? ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കി. ഒരു ബാങ്കിന്റെ ATM അല്ലേ, ഞാൻ എന്ത് പോയി പറയും? നിന്റെ കയ്യിൽ തന്ന ഒരു സാധനമല്ലേടാ നീ കൊണ്ടുപോയി അവന് കൊടുത്തത്. പറയും. അതുപോലെ നീ ഇവിടെ നിന്നു. നീയേ ഈ ലിസ്റ്റിൽ വെച്ചു. എന്തായാലും അവനിങ്ങോട്ട് നീ അഥവാ വന്ന 2 രൂപ കൊടുത്തിട്ടേ അവനെ കൊണ്ട് കയറ്റി വിടാം. ഓക്കെ ഓക്കെ. എൻ്റെ പൊന്നു രാജേഷ്, ഈ കൊണ്ടുവരാൻ പറഞ്ഞ സാധനത്തിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ നിങ്ങളുടെ? എത്ര പ്രാവശ്യം ഇത് പറഞ്ഞു? നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ കൂടെ കുറേ തടിമാടന്മാരെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. അവന്മാരെ കൊണ്ട് ഇങ്ങോട്ട് എന്നെ പഠിപ്പിക്കാൻ വരുന്നു. ആദ്യം പറഞ്ഞ കാര്യമൊന്നും മര്യാദയ്ക്കൊന്നും ചെയ്യാൻ ശ്രമിക്കും. ഓ ആ MD അടുത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ആ റിക്കവറി ഹെഡ് അയാളെ ഞാൻ ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് നിങ്ങളൊക്കെ വിചാരം? നേരെ നാളെ അങ്ങോട്ട് ചെന്നങ്ങ് പറഞ്ഞോളാം. നേരെ പോവുക എന്നെ കൊണ്ട് വയ്യ എൻ്റെ ഇതിനകത്ത് പറയാം. ഇതെന്തോ കൊണ്ട് കളഞ്ഞെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ബാങ്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് നാളെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഡോക്യുമെൻറ്റും കൊണ്ട് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെ ഞാൻ ഇത് ആരെടുത്തിയെന്ന് പറയണമെന്ന് നിങ്ങൾ പറയുന്നത്? വെറുതെ വന്ന് കൈയും കെട്ടി അങ്ങ് ഇരുന്നാൽ മതിയോ?
നിങ്ങളെയൊക്കെ പരിപാടി എന്ത്? നിങ്ങളൊക്കെ പിന്നെ ഇത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാൾ? അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞു ഇങ്ങോട്ട് വിട്ടത്? രാജേഷിനെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. ഇതൊന്നും ചെയ്യാതെ ഇവിടെ ഒന്ന് കൈയും കെട്ടി നിന്നാൽ മതി. നാളെ ആരോടെ പോയി സമ്മാനം പറയും? എല്ലാവരും കൂടെ ചെന്ന് നാളെ ചെന്ന് റേറ്റിൻ്റെ അടുത്തും MD അടുത്തും നിങ്ങൾ സമ്മാനം പറഞ്ഞു കൊടുക്കുന്നത്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നല്ലേ നിങ്ങളുടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലേ ഇങ്ങോട്ട് വിട്ടേ? എന്നിട്ട് ഇപ്പോൾ ഒന്ന് ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്തത്? എന്ത് ചെയ്യാനാണെന്നാണ് പറയുന്നത് നിങ്ങൾ? പറഞ്ഞു തീർന്നില്ല. MDയുടെ പോകുന്നു. സാർ നീ ഒറ്റ ഒരുത്തനെ എന്താ കാരണം? എടാ ഇത് നമ്മുടെ അനൂപല്ലേ? അവൻ എന്ത് പറ്റിയത്? എന്താ പറ്റിയവന്? നീ എന്താണ് ഞാൻ ചെയ്തല്ല. മോനെ എന്താ പറ്റിയെന്ന് അത്തുക്കനോട് പറയും. എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. സൗണ്ട് ശരിയായി. എന്റെ സൗണ്ട് ശരിയായി. നിങ്ങളോട് ഊത്തൂതി കളിച്ചോണ്ടിരിക്കുകയാണോ? അവനവിടെ കോട്ടയത്തുണ്ട്. വണ്ടി ഇറക്കടാ. ഓട്ടോ എനിക്ക് ഓട്ടോ. ആ കാറിനെ ഒന്ന് പിടിച്ചേ. ഓട്ടോയും കൊണ്ടുപോയി ആളിനെ പിടിക്കാൻ പറഞ്ഞു. ഓട്ടൻ സാറേ, അവൻ കോട്ടയത്തുണ്ടെന്നൊരു വിവരം കിട്ടിയിരുന്നു. ചേട്ടാ, ഈ ട്രോബിന്റെ എവിടെയോടാ? ഏത് ട്രോഫി? ഈ ട്രോബി ഇത് നമ്മുടെ എന്തല്ലേ ഇപ്പൊ തന്നെ ചായ കുടിച്ചിട്ട് പോയോളൂ. അയ്യോ സാറോ? സാറിന്റെ ഇവിടെ നിങ്ങളെല്ലാരും കൂടെ അല്ലേ എന്നെ ഓടിച്ചത്? ലോൺ കൊടുക്കാത്തതിന് പുരുഷ സംഘക്കാര് വണ്ടിയും വിളിച്ച് തല്ലാൻ വരുന്നല്ലേ ഞാൻ കരുതിയത്. റോബിനെ, നിനക്ക് പ്രൊമോഷൻ ആയി കോട്ടയം ബ്രാഞ്ചിന്റെ മാനേജരായിട്ട്. എന്റെ പൊന്നു സാറേ, സാറിന്റെ ദൈവം സാറേ. എടാ എഴുന്നേക്ക് എഴുന്നേക്ക്. എടാ ഞാൻ വണ്ടി വെച്ച് നിന്റെ ഒരു ബാഗ് തന്നില്ലേ? ഓ മറ്റേ ഗജരാജമുത്ത്. ഗജരാജമുത്ത്? അതെന്ത്? അതെ ഗജരാജമുത്ത്. 50 ലക്ഷം വിലയുള്ളതാണെന്ന് അത് സൂക്ഷിക്കണം സാറ് പറഞ്ഞതല്ലേ? സാറേ അതൊരു അബദ്ധം പറ്റിയതാണ്. അതൊക്കെ ഇരിക്കട്ടെ. ഇവിടെ സാധനം എവിടെയാ? അതാ ബസിന്റെ മേളിലെ കമ്പി വെച്ചിട്ടുണ്ട്. എന്റെ കർത്താവേ, നീ എന്തിനാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്? അതോ അത് മസിനോടെ ഊട്ടിക്ക് പോകുന്നൊരു സ്വപ്നത്തിലായിരുന്നു. ഒരു മണിയടി വെച്ച കേട്ടാണ് ഞാൻ ഇനേറ്റത്. അപ്പൊ നോക്കും പോലീസ്.
പോലീസ് എനിക്കൊരു വീക്ക്നെസ് ആണ് സാർമാർക്കൊക്കെ അറിയാമല്ലോ. എന്നിട്ട് ഞാൻ വണ്ടി വാങ്ങി ഐസ് മേടിക്കാൻ പോയി. നിങ്ങൾക്കും മേടിച്ചിട്ടുണ്ട്. ഐസെല്ലാം ആയിരിക്കും, കോലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കോലുമുട്ടായി മേടിച്ചിട്ടുണ്ട്. സാറേ ഞാൻ എന്നാ ചാർജ് എടുക്കണ്ടേ പറഞ്ഞുതരാം കേട്ടോ. हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? എന്റെ കർത്താവേ, ഇനി ഇത് എവിടെ ചെന്ന് ഞാനിത് കണ്ടുപിടിക്കും? ആരെടുത്തോണ്ട് പോയി? എടാ, അങ്ങനെ ഒരു സാധനമുണ്ട്. വിദേശ മാർക്കറ്റിലൊക്കെ 50 ലക്ഷത്തോളം രൂപ വരുമല്ലോ. വിദേശ മാർക്കറ്റിലൊക്കെ 50 ലക്ഷത്തോളം രൂപ വരുമല്ലോ. ഉണക്കപ്പഴമായിരുന്നു. പീസ് ഗജരാജമുത്ത് കളി ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാരീസിൽ ചെന്ന് ചോദിച്ചാറേ ഈ സാത്താനെ. അവൻ ഒരു ഗജരാജമുത്ത് ഇറങ്ങി പൊക്കോണം ഈ സാത്താന്റെ ഹൈ റേഞ്ചിൽ നിന്ന്. ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. മുത്തങ്ങനെ പഴമായത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ മുത്ത് എവിടെ? ഹലോ, രാജേഷ് അലക്സ് ആണോ? അതെ, ഇത് തൃശ്ശൂർ KSRTC ഡിപ്പോയിൽ നിന്നാണേ. നിങ്ങളുടെ അഡ്രസ് അടങ്ങിയ ഒരു ബാഗ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അത് വന്ന് വാങ്ങുക. സാറേ, സാധനം കിട്ടി.